ഒരു വാപ്പാരും കണക്ക് പറഞ്ഞിട്ടില്ല. എത്ര ചെലവാക്കിയെന്ന് പോലും എഴുതി വെച്ചിട്ടുമില്ല. അളവില്ലാതെ സ്നേഹിച്ച ദുനിയാവിൽ ഒരൊറ്റ സൃഷ്ടിയുള്ളൂ വാപ്പയമ്മേ. ജനിക്കുന്നതിൻ്റെ മുൻപ് സ്നേഹിച്ചു തുടങ്ങിയവർ. നമ്മളൊക്കെ നമ്മളെ അല്ലാത്തവരൊക്കെ കണ്ടത് വാപ്പനെയമ്മനെ സ്നേഹിച്ചത് കണ്ടിട്ടല്ലേ? നമ്മളെ കാണുന്നതിൻ്റെ മുൻപേ അവർ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഗർഭിണിയായ ആ സെക്കൻഡ് മുതൽ ഞാൻ കാത്തിരിക്കുക. എൻ്റെ മോക്ക്, എൻ്റെ മോന്, അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മക്കൾക്ക് ആരോഗ്യത്തോടെ ഉണ്ടാവണം എന്നാ, അവർ സന്തോഷത്തിൽ ജീവിക്കണം എന്നാ. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ പോലും ഗർഭിണിയായ ഭാര്യ കൊണ്ട കൊടുക്കുമ്പോൾ വാപ്പ പറയലെന്താ, നല്ലോണം തിന്നോ, കുഞ്ഞനൊക്കെ ഒന്ന് അങ്ങോട്ട് ഉഷാറാട്ടെ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയല്ലോ എല്ലാവരെയും. അത് തിരിച്ചറിയാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട, 10 A+ വാങ്ങണമെന്നൊന്നുമില്ല. നാട്ടിൽ വലിയ തറവാട്ടിലെ കുളൂസായ വാപ്പാൻ്റെ മക്കളായി ജനിക്കണമെന്നില്ല. അവൻ എൻ്റെ തലച്ചോറ് ഒരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തൊക്കെ വാശിയും ദേഷ്യവും അവർ കാണിച്ചാലും ഈ ദുനിയാവിൽ അവർ സംരക്ഷിച്ചതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചത്. അവർക്ക് വേണ്ടി സമയം കൊടുക്കണം. കുറച്ച് സമയം വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഇപ്പരി ഇരിക്കണം. എൻ്റെ ചിലർ പറയാറുണ്ട് ഇടയ്ക്കിടക്കൊക്കെ, ഇവിടെ ഉള്ളവർക്കും അറിയാം, ഇടയ്ക്ക് വിളിച്ചാൽ ഞങ്ങളെ തീരെ കിട്ടൂലാന്ന്. ചില ദിവസമൊക്കെ ഉച്ചക്ക് മുതൽ ഞാൻ ഫോൺ ഓഫ് ആക്കി ഇട്ടിട്ട് എൻ്റെ അമ്മൻ്റെ അടുത്ത് ഇരിക്കും. ഒന്നിനുമല്ല, എന്തെങ്കിലുമൊക്കെ ഓൾക്ക് പറയാനുള്ളത് കുറേ കേൾക്കും. അത് ചിലപ്പോൾ ഇന്നലെ പറഞ്ഞ തന്നെയായിരിക്കും 2 ദിവസം കഴിഞ്ഞിട്ടും പറയാം, ആയിക്കോട്ടെ. എന്നാലും കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതൊരു വലിയ സമാധാനമാണ്. അതൊക്കെ ആ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴേക്കേ നമുക്ക് മനസ്സിലാൻ പറ്റൂ. ഞാനിതൊക്കെ പഠിച്ചത് വാർദ്ധക്യത്തിൽ എത്തി തിരിച്ചു വന്നതുകൊണ്ടല്ല. ഓരോ കുടുംബത്തിലും കയറി ചെന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പം ചില മാതാപിതാക്കൾ പറയുന്നതാ, സമയം അവർക്ക് നമ്മളെ ജീവിതത്തിൽ ഒന്ന് അടുത്തിരിക്കാൻ, കുറച്ച് വർത്താനം പറയാൻ, ഉമ്മാൻ്റെ കരുതലോടുകൂടി ഉമ്മാൻ്റെ മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ, അല്ലേ? ആ ഉമ്മാൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, ഉമ്മാനൊക്കെ ഒന്ന് ബാത്റൂമൊക്കെ കൊണ്ടുപോകാൻ, ഒന്ന് കൈ പിടിച്ചിട്ട് ഉമ്മാനെ എഴുന്നേൽപ്പിച്ച് 4 അടി നടത്താൻ, മുറ്റത്തുകൂടെ 2 ചാല് നടത്തിച്ച് അകത്തുകൊണ്ടുപോയി കിടത്താൻ. ഇതൊക്കെ തന്നെ വാപ്പയമ്മയെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഓലങ്ങൾ സ്വിറ്റ്സർലാൻഡ് കൊണ്ടുപോകണം, അമേരിക്കയിൽ കൊണ്ടുപോകണം, അങ്ങ് ഉഗാണ്ടയിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവരണമെന്നൊന്നും ഒരു വാപ്പക്കുമ്മക്കുമില്ല. കൂടെ പോകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരിങ്ങളെ ഒന്ന് കൂടെ കൂട്ടണം, അവരോടൊപ്പം ഒന്ന് സംസാരിക്കണം, ഒന്നിരിക്കണം. ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എനിക്ക് വലിയ മോഹായിരുന്നു പിയാപ്പിളൻ്റെ ഒപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോയി ഒരു ചായ കുടിക്കൽ. അതിപ്പം ഉമ്മാരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പുരേ പോയി ചോദിച്ചു നോക്കാണ്ടി പെണ്ണുങ്ങളോട്. ഓള് പറയും, എനിക്ക് നിങ്ങളൊപ്പരം യാത്ര ചെയ്യാനുള്ള പൂതി കൊണ്ടൊന്നുമല്ല, നിങ്ങളെ കൂടെ വന്ന് ഒരു പീടിയെ കയറി ആ ചുടുന്ന സമയത്ത് തന്നെ ഒരു നല്ല പാലാർന്ന ചായ, ഒരു കടിയും ചൂട് കടിയൊക്കെ തിന്നാനുള്ള പൂതി. അത് വേറെ എന്ത് തിന്നാൻ കൊടുക്കുന്നതിനേക്കാളിലും സന്തോഷമായിരിക്കും. പാപ്പൻ്റെ ഒപ്പരം പോയി കഴിച്ച് പരിചയിച്ചൊരു ഉമ്മ അവസാനം മോനോട് പറയാ, ഇനി പുറത്തു പോകുമ്പോൾ ഒന്ന് ഉമ്മാനെയും കൂട്ടിക്കൊണ്ടുപോകണേന്ന്. അതൊക്കെ ജീവിച്ചിരിക്കും പറയണം. എന്തുണ്ട്, അഭിനയിക്കാനല്ല കേട്ടോ, അഭിനയിക്കണ്ട, ഉള്ളത് നഷ്ടപ്പെടുത്തണ്ട. ജീവിതത്തിൽ എന്തുണ്ട് ഏറ്റവും മനോഹരമായിട്ട്, മറ്റുള്ളവർ നമ്മളെ എത്ര കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് അവരെ സഹായിക്കാൻ, അവരുടെ സുഹൃത്തുക്കളെ പോലും ആദരിക്കാനാണ് ഇസ്ലാം പറയുന്നത്. അപ്പം അവരോടുള്ളൊരു കടമകൾ ആലോചിച്ച് നോക്കൂ. വാപ്പൻ്റെയും ഉമ്മൻ്റെയും സുഹൃത്തുക്കളെ പോലും നിങ്ങൾ ആദരിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൃദ്ധനെ മുന്നിൽ കാണുകയാണ്. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ആ വൃദ്ധനെ ഒട്ടകപ്പുറത്ത് കയറ്റി. മദീന തെരുവിലെത്തിയപ്പം സർവരും അത്ഭുതത്തോടെ ചോദിച്ചു, ഇബ്നു ഉമറേ, ആരാണ് ഇയാൾ? ഇത്രക്ക് പരീക്ഷയോടുകൂടി ഒട്ടകപ്പുറത്ത് കയറ്റി ഈ ചുട്ടുപൊയ്ത്ത മരുഭൂമിയിലൂടെ നടന്നു വരാൻ മാത്രം ആരാണ് ഇബ്നു ഉമറേ ഈ ഒട്ടകപ്പുറത്ത്? ഒട്ടകപ്പുറത്തിരിക്കുന്ന വൃദ്ധന്റെ കാലിൽ പതുക്കെ കൈവച്ചിട്ട് ഇബ്നു ഉമർ പറഞ്ഞു, ഇതെന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനാ. നോക്കൂ നിങ്ങൾ, കാരണം കൂട്ടുകാരൊക്കെ ഒരു കാലഘട്ടത്തിൽ വാപ്പാക്ക് ധൈര്യം കൊടുത്ത മനുഷ്യന്മാരാ. ഈ ഇരിക്കുന്ന മുൻഭാഗത്തൊക്കെ ഞാൻ പറയേണ്ട, ഏത് പ്രസംഗത്തിന് പോയാലും 5-8 ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. അഹമ്മദ് ജബ്ബാർ അല്ലെങ്കിൽ ഉസ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു ബന്ധാ. ഓരോന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഓരോന്നിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക, അത് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കോഴിക്കോട് ഖുതുബ പറയാൻ തുടങ്ങിയിട്ട് 12 കൊല്ലമായി ഷാദുലി പള്ളിയിൽ. ഞാൻ പറയാറുണ്ട്, ഞാൻ ഷാദുലി പള്ളിയിൽ ഖുതുബ പറഞ്ഞു തുടങ്ങിയപ്പോൾ 1-ാമത്തെ സഫിലുള്ളവരിൽ 1-2 ആൾക്കാർ, ഒരു സഫിൽ ഏകദേശം 35 ആളുകളുള്ളൂ, 1-2 ആൾക്കാരെ എപ്പോഴുള്ളൂ, ബാക്കി എല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് പോയതാ. ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജീവിതത്തിലേക്ക് ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാ. നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ, ഒരു ഉമ്മയുള്ള കാലത്ത് നമ്മൾ ശക്തരാ. ഉമ്മാൻ്റെ പ്രാർത്ഥനയുടെ ബലമാ മനുഷ്യരെ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ബലം. നമ്മളെ കച്ചവടം, നമ്മളെ കുടുംബം, നമ്മളെ വാഹനം, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന സർവ്വകാവലും ഒരു ഉമ്മാൻ്റെ പ്രാർത്ഥനയാ.
അതുകൊണ്ട് ആ ഉമ്മള്ളപ്പം മരിച്ചാൽ പ്രതീക്ഷ സഹാബാക്കളും പിൻകാലഘട്ടത്തിലെ താബീങ്ങളും പറഞ്ഞു, ഉമ്മള്ളപ്പം മരിച്ചാൽ അള്ളാന്റെ സ്വർഗ്ഗം ഉറപ്പാട്ടോ. സഹാബത്ത് താബീങ്ങൾ ചോദിച്ചു, അതെന്താ? ഒരു ഉമ്മാന്റെ ദുആ പടച്ചോൻ തള്ളിക്കളയൂല. ഉമ്മള്ളപ്പം മരിക്കുന്നതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉമ്മള്ളപ്പം മരിക്കണ്, ഓരോ വക്തിനും ഉമ്മ നെഞ്ചു പൊട്ടിക്കരയും. മൂത്ത മോൻ 68 വയസ്സായിട്ടുണ്ട്, എന്നിട്ടും 91 വയസ്സുള്ള അമ്മ അങ്ങനെ നിസ്കരിച്ച് എന്തോ പിറുപിറുക്കുമ്പോൾ മക്കൾ ചോദിച്ചു നോക്കിയാൽ പേരക്കുട്ടികൾ, ഉമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്നുമില്ല, അംസക്ക് ദീർഘായുസ് കിട്ടാനാണ്. ഏതാ അംസ? 68 വയസ്സുള്ള അംസ. ആ തിരിച്ചറിവാണ്. ഒരു ഉമ്മുള്ള കാലത്താണ് നമ്മൾ ശക്തവാന്മാരാകുന്നത്. ഒരു ഉമ്മ പോകുന്നതോടുകൂടി നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അഡ്രസ്സിൻ്റെ ഒരു മുക്കാഭാഗം നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കെന്തോ ഒരു ബലഹീനതയും സങ്കടവും വരാൻ തുടങ്ങും. അത് ആ സമയത്ത് വരുന്നവരുണ്ട്. ഒരു വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ. ഒരു ഉപ്പാന്റെ നെഞ്ചിന്റെ ഫലമാ മക്കളെ ഇങ്ങളെയും തണ്ടും തടിയും. വാപ്പള്ള കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ. ഇപ്പോഴും ഞാനിപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീട്ടിൻ്റെ നികുതി എത്രയാ എനിക്കറിയൂല. എൻ്റെ സാധു വാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ടുവരില്ല. എനിക്കെത്രയാ നികുതി, എനിക്കെത്രയാ ഭൂനികുതി, എൻ്റെ പറമ്പിൻ്റെ ആധാരം എവിടെയാന്ന് പോലും എനിക്കറിയൂല. എൻ്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട്, നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥലം പോലും എൻ്റെ വാപ്പയ്ക്ക് കണ്ടെത്തി തന്നതാ. വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ. കഴിഞ്ഞ ഏതാനും ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക ദുആവായിട്ട്. ഒരു മോൻ വന്നിട്ട് തോളത്ത് പതുക്കെ 2 തോണ്ടുകൊണ്ടും വാപ്പോയ്ക്ക് ഇങ്ങനെ തലയാട്ടിയിട്ട് പിന്നെ അവസാനം കീശയെന്ന് എടുത്തിട്ടൊന്ന് കൊടുക്കും 10 റുപ്യ. വേറൊരുത്തം വന്നിട്ട് ഇവിടുന്ന് തോണ്ടും, വാപ്പ പിന്നെ എടുത്തു കൊടുക്കും 10 റുപ്യ. എന്നിട്ട് വാപ്പ പിന്നെയും ദുആയിൽ മുഴുകും. വാപ്പള്ള കാലത്താണ് മക്കളെ നമ്മൾ രാജകുമാരന്മാർ. നമ്മളെ അഡ്രസ്സാണത്. അതില്ലാണ്ടാവുമ്പം പിന്നെ ഞാൻ ആരെ മോനാന്ന് ചോദിച്ചാൽ പറയാൻ വലിയ അഡ്രസ്സൊന്നും നമുക്ക് ഉണ്ടാവൂലെങ്കിൽ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ. അല്ലാഹ് എടുത്തെടുത്ത് പറയാണ് അഹദഹുമാ. ഒന്നെങ്കിൽ വാപ്പ ആദ്യം പോയിട്ട് ഉമ്മ ഒറ്റക്കായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് വാപ്പ ഒറ്റക്കായിട്ടുണ്ടാകും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എന്നൊരു വർത്താനം, ഒരു നോട്ടം ഇനി അവർക്ക് നേരെ നോക്കരുത്. ആ നോട്ടം എൻ്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ഇനി ഒരാളോടും കണക്ക് പറഞ്ഞ് ബോധിപ്പിക്കണ്ട. ഞാൻ ആ നോക്കി എൻ്റെ അടുത്തായിനും മറ്റൊരാളും കൊണ്ടുപോയില്ല, ഇതൊന്നും ഇനി പറയണ്ട. എനക്കുള്ള കണക്കൊപ്പിച്ച് പടച്ചോൻ ദുനിയാവിൽ എത്ര ഇരട്ടിയാക്കി തരും, എത്ര എനക്ക് തരും. സ്നേഹം കൊടുത്തവർക്ക് പടച്ചോൻ ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടില്ല. സ്നേഹം മൂടി വെച്ചവർക്ക് പടച്ചോൻ കൊടുത്തിട്ടേ ഇല്ല. കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പലരും ജീവിച്ചിട്ടില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നത് അവർക്ക് സ്നേഹം കിട്ടാതെ അവർ ജീവിതത്തിലേക്ക് പ്രയാസപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കേൾക്കുമ്പം ചില വാപ്പാരൊക്കെ കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടതായിരുന്നു. അപ്പം മക്കൾക്ക് വാപ്പാരോടും ഉമ്മാരോടും മാത്രമല്ല, മക്കളോടും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്.